കാലത്ത് എന്ത് ജോലി ചെയ്യാനും ഒരു മനുഷ്യൻ വേണം എന്നത് സ്വാഭാവികമായ കാര്യമായിരുന്നു. കടയിൽ കണക്കെഴുതാനും ഒരാൾ വേണം, ഓഫീസിൽ കത്ത് തയ്യാറാക്കാൻ ഒരാൾ വേണം, വാർത്ത എഴുതാൻ ഒരാൾ വേണം, ഫോൺ വിളികൾക്ക് മറുപടി നൽകാൻ ഒരാൾ വേണം, പരസ്യത്തിന്റെ ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം, വിവർത്തനം ചെയ്യാൻ ഒരാൾ വേണം, കസ്റ്റമറുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും ഒരാൾ വേണം. പക്ഷേ ഇന്ന് ഈ ജോലികളിൽ പലതും ചെയ്യാൻ മനുഷ്യന്റെ കൂടെ മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. അത് മനുഷ്യനല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്മൾ ചുരുക്കി പറയുന്ന AI. ഇന്ന് AI ഒരു വലിയ ടെക്നോളജി കമ്പനിയുടെ ഓഫീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ നാട്ടിലെ ചെറിയ കടയിലും ട്രാവൽ ഏജൻസിയിലും ആശുപത്രിയിലും സ്കൂളുകളിലും മീഡിയ സ്ഥാപനങ്ങളിലും ബാങ്കിലും ഓഫീസിലും ഓൺലൈൻ ബിസിനസ്സിലും ഫ്രീലാൻസ് ജോലിയിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളുടെ ലാപ്ടോപ്പിലും വരെ AI എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ AI കേരളത്തിലെ തൊഴിൽ ലോകത്ത് ഇനി വരാനിരിക്കുന്ന ഒരു മാറ്റമല്ല, അത് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞ മാറ്റമാണ്. ഈ മാറ്റത്തിനൊപ്പം ഏറ്റവും വലിയ ആശങ്ക ഉയരുന്നത് തൊഴിൽ മേഖലയിലാണ്. AI കാരണം മാറുന്ന തൊഴിൽ വിപണിയിൽ മനുഷ്യരുടെ ജോലി എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്നതാണ് ഇനി പ്രധാനപ്പെട്ട വിഷയം. ആ ആശങ്കയുടെ ഭയമായി ഉയരുന്ന പ്രധാന ചോദ്യം AI കാരണം ജോലി നഷ്ടപ്പെടുന്നവരെ സർക്കാർ എങ്ങനെ സംരക്ഷിക്കും എന്നതാണ്. കേരളം പോലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള എന്നാൽ വലിയൊരു വിഭാഗം യുവാക്കൾ ജോലി തേടി പുറത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനത്തിന് ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം AI ഒരു തൊഴിൽ വിപ്ലവമാണ്. പക്ഷേ എല്ലാ വിപ്ലവങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യണമെന്നില്ല. ചിലർക്ക് AI പുതിയ അവസരങ്ങൾ തുറക്കും, ചിലരുടെ ജോലി വേഗത്തിലാക്കും, ചിലരുടെ ശമ്പളം ഉയർത്തും. അതേസമയം ചിലരുടെ ജോലി തന്നെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ഗുണം ആരാണ് നേടുക, നഷ്ടം ആരാണ് സഹിക്കുക? ഇതാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിൽ ഒന്ന്. ഇവിടെ ആദ്യം ഒരു തെറ്റിദ്ധാരണ മാറ്റണം. AI വന്നാൽ നാളെ രാവിലെ മുതൽ ലക്ഷക്കണക്കിന് ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന രീതിയിൽ കാര്യങ്ങൾ കാണുന്നത് ശരിയല്ല. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നടത്തിയ പുതിയ പഠനങ്ങൾ പറയുന്നത് AIയുടെ പ്രധാന സ്വാധീനം പല മേഖലകളിലും മനുഷ്യനെ പൂർണ്ണമായി മാറ്റി നിർത്തുന്നതിനേക്കാൾ മനുഷ്യൻ ചെയ്യുന്ന ജോലിയുടെ ചില ഭാഗങ്ങൾ യന്ത്രം ഏറ്റെടുക്കുന്നതായിരിക്കും എന്നാണ്. ലോകത്തെ ഏകദേശം 4 തൊഴിലാളികളുടെ ജോലി ഏതെങ്കിലും തരത്തിൽ ജനറേറ്റീവ് AIയുടെ സ്വാധീനത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ടെന്നാണ് ILOയുടെ 2025 പഠനം പറയുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം 1 ജോലി നഷ്ടപ്പെടും എന്നല്ല. ഇവിടെ വ്യത്യാസം വളരെ പ്രധാനമാണ്. ഒരു അക്കൗണ്ടന്റിൻ്റെ ജോലി AI മുഴുവനായി ഏറ്റെടുക്കാൻ ആകില്ല, പക്ഷേ ഡാറ്റ എൻട്രി ചെയ്യുന്നത് AI ചെയ്യും. ഒരു മാധ്യമപ്രവർത്തകന്റെ ജോലി AI മുഴുവനായി ഏറ്റെടുക്കാൻ കഴിയില്ല, പക്ഷേ ഒരു വാർത്തയുടെ ആദ്യ ഡ്രാഫ്റ്റ് AI തയ്യാറാക്കും. ഒരു ഗ്രാഫിക് ഡിസൈനറുടെ ജോലി മുഴുവൻ ഇല്ലാതാക്കണമെന്നില്ല, പക്ഷേ അടിസ്ഥാന ഡിസൈനുകൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ AI ഉണ്ടാക്കും. ഒരു കസ്റ്റമർ കെയർ ജീവനക്കാരനെ മുഴുവനായി ഒഴിവാക്കാൻ ആവില്ല, പക്ഷേ 100 കണക്കിന് സാധാരണ ചോദ്യങ്ങൾക്ക് AI മറുപടി നൽകും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജോലി ഇല്ലാതാകുന്നതിന് മുൻപ് ജോലിയുടെ സ്വഭാവം മാറുന്നു. ഇതാണ് യഥാർത്ഥ മാറ്റം. കേരളത്തിന്റെ തൊഴിൽ ഘടന നോക്കിയാൽ AIയുടെ സ്വാധീനം ഒരേ രീതിയിൽ എല്ലാ മേഖലയിലും ഉണ്ടാകില്ല. ആദ്യം ശക്തമായി ബാധിക്കാൻ സാധ്യതയുള്ളത് ആവർത്തിച്ച് ചെയ്യേണ്ട ഡിജിറ്റൽ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ജോലികളാണ്. ഡാറ്റ എൻട്രി, അടിസ്ഥാന അക്കൗണ്ടിംഗ്, കസ്റ്റമർ സപ്പോർട്ട്, ട്രാൻസ്ക്രിപ്ഷൻ, വിവർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയയിൽ അടിസ്ഥാന ഉള്ളടക്ക നിർമ്മാണം, ലളിതമായ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗിലെ ചില ആവർത്തന ജോലികൾ, ഓഫീസ് ഡോക്യുമെൻ്റ് തയ്യാറാക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ, വിവരണങ്ങൾ ശേഖരിച്ച് ക്രമീകരിക്കൽ. ഇവിടെയാണ് AI വലിയ മാറ്റം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ജോലി കിട്ടാൻ ഡിഗ്രി മാത്രം മതിയാകണമെന്നില്ല. ആ ഡിഗ്രിക്കൊപ്പം AI ഉപയോഗിക്കാനുള്ള കഴിവും ആവശ്യമായി വരും. അതായത് നാളത്തെ തൊഴിൽ വിപണിയിലെ ചോദ്യം നിങ്ങൾ എന്താണ് പഠിച്ചത് എന്നതിനോടൊപ്പം നിങ്ങൾക്ക് AI ഉപയോഗിച്ച് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നത് കൂടിയാകും. കേരളത്തിലെ യുവാക്കൾക്ക് ഇത് അവസരമാണോ ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി വിദ്യാഭ്യാസമുള്ള മനുഷ്യശേഷിയാണ്. അതുതന്നെ AI കാലഘട്ടത്തിനും കേരളത്തിന് വലിയ നേട്ടമാകാം. കേരളത്തിൽ നിന്ന് നിരവധി യുവാക്കൾ IT മേഖലയിലും മീഡിയയിലും ഫിനാൻസിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും എഡ്യൂക്കേഷനിലും ഡിസൈൻ മേഖലയിലും ഫ്രീലാൻസിങ്ങിലും ജോലി ചെയ്യുന്നു. ഇവരിൽ വലിയൊരു വിഭാഗത്തിന് AI ഒരു പ്രൊഡക്റ്റീവ് ടൂളാകാം. ഒരു പ്രോഗ്രാമർക്ക് കോഡ് എഴുതാൻ AI സഹായിക്കും. ഒരു അധ്യാപകന് പഠന സാമഗ്രികൾ തയ്യാറാക്കാൻ AI സഹായിക്കും.
ഒരു ഡോക്ടർക്ക് രോഗിയുടെ വിവരങ്ങൾ ക്രമീകരിക്കാൻ AI സഹായിക്കും. ഒരു മാധ്യമപ്രവർത്തകന് വലിയ തോതിലുള്ള വിവരങ്ങൾ പരിശോധിക്കാൻ AI സഹായിക്കും. ഒരു ചെറുകിട വ്യാപാരിക്ക് പരസ്യം തയ്യാറാക്കാൻ AI സഹായിക്കും. ഒരു മലയാളി സംരംഭകന് മലയാളത്തിൽ തന്നെ ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്താൻ AI സഹായിക്കും. ഇത് കേരളത്തിന് വലിയ അവസരമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ അവസരം എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുമോ എന്നത്. കാരണം നഗരത്തിലെ യുവാവിനും ഗ്രാമത്തിലെ യുവാവിനും ഒരേ അവസരമായിരിക്കില്ല കിട്ടുന്നത്. ഇതാണ് AIയുടെ മറ്റൊരു പ്രധാന അപകടം തന്നെ. ഇന്റർനെറ്റ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം ഡിജിറ്റൽ സമത്വം ഉണ്ടാകില്ല. നല്ല കമ്പ്യൂട്ടർ വേണം, വേഗത്തിലുള്ള ഇന്റർനെറ്റ് വേണം, AI ടൂൾ ഉപയോഗിക്കാൻ പരിശീലനം വേണം, ഇംഗ്ലീഷ് അറിവ് പലപ്പോഴും ആവശ്യമായി വരും, പണം കൊടുത്ത് ഉപയോഗിക്കേണ്ട ടൂൾസ് ഉണ്ടാകും. അതോടൊപ്പം ഏറ്റവും പ്രധാനമായി എന്തിനാണ് AI ഉപയോഗിക്കേണ്ടത് എന്ന അറിവ് വേണം. ഒരു വലിയ നഗരത്തിലെ വിദ്യാർത്ഥിക്ക് ഇതെല്ലാം ലഭിച്ചേക്കാം. പക്ഷേ ഒരു ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിക്ക് AI പഠിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ എന്താകും ഉണ്ടാകുക എന്നത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ AI തന്നെ പുതിയൊരു അസമത്വം സൃഷ്ടിക്കാം. അതിനാൽ AI കുറിച്ചുള്ള സർക്കാരിൻ്റെ നയം വെറും ടെക്നോളജി നയം ആയിരിക്കരുത്. അത് തൊഴിൽ നയം കൂടിയായിരിക്കണം. VD സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം ഇവിടെയാണ്. AI കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മാത്രം പോരാ. AIയിൽ നിന്ന് കേരളത്തിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നതും മാത്രം പോരാ. AI കാരണം മാറുന്ന തൊഴിൽ വിപണിക്ക് കേരളത്തിലെ ജനങ്ങളെ തയ്യാറാക്കുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. 1,00,000-ഓളം ഓൾറെഡി പ്രൊഫഷണൽസ് ഉണ്ടാക്കിയാൽ ബാക്കി തൊഴിലാളികളുടെ കാര്യം എന്താകും എന്നതും പ്രധാനമാണ്. AI അറിയുന്ന യുവാക്കളെ മാത്രം പരിശീലിപ്പിച്ചാൽ മതിയാവില്ല. AI കാരണം ജോലി മാറാൻ പോകുന്ന നിലവിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും? 40 വയസ്സുള്ള ഒരു അക്കൗണ്ടന്റിന് AI പരിശീലനം എങ്ങനെ നൽകും? 50 വയസ്സുള്ള ഒരു ഓഫീസ് ജീവനക്കാരന് പുതിയ ഡിജിറ്റൽ കഴിവുകൾ എങ്ങനെ നൽകാനാകും? ഒരു ചെറിയ സ്ഥാപനത്തിലെ ഡിസൈനർക്ക് AI ടൂൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകന് AI ഉപയോഗിച്ച് ജോലി മെച്ചപ്പെടുത്താൻ എങ്ങനെ പരിശീലനം നൽകും? ഇതൊക്കെ പ്രധാന ചോദ്യമായി ഉയരുകയാണ് ഇപ്പോൾ. മലയാളം AIയുടെ വലിയ സാധ്യത കേരളത്തിന് പ്രത്യേകമായ ഒരു വലിയ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട്. മലയാളം AI ലോകത്ത് ഇംഗ്ലീഷിന് ലഭിക്കുന്ന ശ്രദ്ധയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഭാഷകൾക്ക് ഇപ്പോഴും വലിയ സാധ്യതകളുണ്ട്. മലയാളത്തിൽ മികച്ച AI സിസ്റ്റംസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പമാക്കാം. ആശുപത്രികളിൽ ഉപയോഗിക്കാം, കൃഷിയിൽ ഉപയോഗിക്കാം, വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കാം, നിയമസഹായത്തിൽ ഉപയോഗിക്കാം, വാർത്താ മേഖലയിൽ ഉപയോഗിക്കാം, വൃദ്ധർക്ക് ഡിജിറ്റൽ സർവീസസ് ഉപയോഗിക്കാൻ സഹായകമാകും ഇത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും AI വന്നാൽ ചില ജോലികൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്, ചില ജോലികൾ മാറാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പഴയ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ഭാവിയിലെ തൊഴിൽ വിപണിയെ സുരക്ഷിതമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് AIയെ തടയുക എന്നത് പരിഹാരവുമല്ല. AIയെ അന്ധമായി സ്വീകരിക്കുക എന്നതും പരിഹാരമല്ല. AI മനുഷ്യന് ഗുണം ചെയ്യുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് വഴി. VD സതീശൻ സർക്കാരിന് മുൻപിലുള്ള യഥാർത്ഥ വെല്ലുവിളിയും അതുതന്നെയാണ്. AI സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ പ്രാപ്തരായ പ്രൊഫഷണലുകൾ എന്ന ലക്ഷ്യം പ്രധാനമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് AI കാലഘട്ടത്തിനായി തയ്യാറായ കേരളത്തിൻ്റെ തൊഴിൽ ശേഷി സൃഷ്ടിക്കുക എന്നതാണ്. അത് IT മേഖലയിലുള്ളവരെ മാത്രം ഉൾക്കൊള്ളുന്ന വർക്ക് ഫോഴ്സ് ആകരുത്. കാരണം AI ഒരു യന്ത്രമാണ്. അത് നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടതില്ല. AI എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കേരളം ആ തീരുമാനം എത്ര വേഗത്തിൽ എടുക്കുന്നു എന്നതിലാണ് നമ്മുടെ അടുത്ത തലമുറയുടെ തൊഴിൽ ഭാവി നിർണ്ണയിക്കപ്പെടുക.